സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ എന്നിവയിലൂടെ പണം സമ്പാദിക്കാം തുടങ്ങിയ സൈബർ തട്ടിപ്പിൽ വീഴരുതെന്ന മുന്നറിയിപ്പാണ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത്. എന്നിട്ടും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഉൾപ്പെടെ ഇപ്പോഴും സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന വാർത്തകൾ ദിനംപ്രതി കൂടുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള പുതിയ തട്ടിപ്പുകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ കാരണം? വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത കോവിഡ് കാലത്താണ് ഓൺലൈൻ സേവനങ്ങളെ മലയാളികൾ കൂടുതലായി സ്വീകരിച്ചത്. പഠനത്തിനും വിവിധ ബില്ലുകൾ അടയ്ക്കാനും മുതൽ വസ്ത്രങ്ങളും മീൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളും വാങ്ങുവാൻ ഇന്റർനെറ്റിന്റെ സഹായം തേടി. ഇന്ന് ലോകം മുഴുവൻ സാങ്കേതിക വിദ്യയുടെ വഴികളിലൂടെയാണ് നീങ്ങുന്നത്. ഇന്റർനെറ്റിലൂടെ അമിതമായ വിശ്വാസം പലപ്പോഴും നമ്മളെ എത്തിക്കുന്നത് സൈബർ കാലത്തെ ചതിക്കുഴികളിലുമാണെന്ന് കാലം തെളിയിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ടെലിഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിവരുന്ന തട്ടിപ്പുകൾ ദിനം പ്രതി കേരളത്തിലും വർദ്ധിക്കുന്നു. 2014-2015 കാലത്ത് ഒരു വർഷം 1500 സൈബർ കേസുകളിൽ താഴെ മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴത് 10 ഇരട്ടിക്ക് മുകളിലായി. ദേശീയ സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സൈബർ കേസുകളിൽ കേരളം 5ാം സ്ഥാനത്താണുള്ളത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പല കേസുകൾക്ക് പിന്നിലും അന്യ സംസ്ഥാനക്കാരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ സ്വദേശികളും തലസ്ഥാന നഗരിയായ ഡൽഹിയിലും മറ്റും അനധികൃതമായി താമസിച്ചു വരുന്ന നൈജീരിയൻ സ്വദേശികൾ ഉൾപ്പെടുന്ന സംഘങ്ങളും ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ഉണ്ട്. ഫേസ്ബുക്കിലെ തട്ടിപ്പ് പോലെ തന്നെയാണ് മറ്റൊരു നവമാധ്യമമായ വാട്സപ്പിലൂടെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ഫേസ്ബുക്കിൽ പ്രമുഖരായ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയും പണം ചോർത്തൽ വ്യാപകമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ പേരുകളിലാണ് കൂടുതലായും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തട്ടിപ്പിന്റെ പുതിയ രൂപമാണ് ഹണി ട്രാപ്പ്. വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും. അത്തരം ഫ്രണ്ട് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ അവർ മെസ്സഞ്ചറിലൂടെ ചാറ്റ് ചെയ്യുകയും വിശ്വസ്തത നേടിയെടുക്കുകയും ചെയ്യും. ഒപ്പം വാട്സ്ആപ്പ് നമ്പറും കരസ്ഥമാക്കുന്നു. തുടർന്ന് വീഡിയോ കോൾ ചെയ്ത് നേരത്തെ റെക്കോർഡ് ചെയ്ത സ്ത്രീകളുടെ നഗ്ന ശരീരം കാണിച്ചും മറ്റും പ്രേരിപ്പിച്ച് ചിത്രങ്ങൾ കൈക്കലാക്കിയ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതാണ് പുതിയ രീതി. സൈബർ ചതിക്കുഴികളുടെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ സൗഹൃദം കരുതലോടെ വേണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾക്കെതിരെ ചക്ഷു പോർട്ടലിൽ പരാതി നൽകാം. ഇതിൽ 24,000-ലേറെ റിപ്പോർട്ടുകളാണ് എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 11,000 നമ്പറുകൾക്കെതിരെ കേന്ദ്ര ടെലികോം വകുപ്പ് നടപടിയെടുക്കുവാൻ ശ്രമങ്ങൾ തുടങ്ങി. കൊറിയർ കമ്പനികളുടെ പേരിലുള്ള തട്ടിപ്പാണ് ചക്ഷുവിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ടെലികോം വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. സൈബർ തട്ടിപ്പിലൂടെ പണവും മറ്റും നഷ്ടമായാൽ cybercrime.government.in പോർട്ടലിലോ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലോ പരാതിപ്പെടണം.